ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷവായ മന്തിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഷവായ മന്തി ഉണ്ടാക്കാൻ വേണ്ടി 18 മുളക് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 20 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാർ എടുക്കാം. ഞാനിവിടെ 6 ചെറിയുള്ളി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 15ഓളം ചെറിയുള്ളി മാത്രം എടുത്താൽ മതി. ഞാനൊരു വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 അല്ലി ഗാർലിക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി പോലെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച മുളക് വെള്ളത്തോടെ കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ 1.25 കിലോ വരുന്ന ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിനുശേഷം ഇതുപോലെ നമ്മൾക്കൊന്ന് കുത്തി കൊടുക്കണം, മുഴുവനും കുത്തി കൊടുക്കണം. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മസാല ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കുറഞ്ഞതൊരു 2-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എത്ര കൂടുതൽ ടൈം വെക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് നമ്മൾക്കിത് മാറ്റി വെക്കാം. ഞാനിതാ സെല്ല ബസ്മതി റൈസ് ഒരു 20 മിനിറ്റോളം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കന് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഈ കുക്കറിൽ ഇട്ട് കൊടുത്ത് മസാലയൊക്കെ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമ്മൾക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ റൈസ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ ലെമൺ ഇതുപോലെ ഹോളാക്കി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ പോലെ ഓയിൽ കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെന്ത് വന്നതിന് ശേഷം നമ്മൾക്ക് വെള്ളം ഊറ്റിയെടുക്കാം. അപ്പോൾ റൈസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് തുറന്ന് നോക്കാം. സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. 2 സൈഡും നല്ല ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇത് മാറ്റിയതിന് ശേഷം ഈ കുക്കറിൽ വരുന്ന മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. വറ്റി വന്നാൽ ചിക്കൻ ഒന്നുകൂടെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മേലെയൊക്കെ ഒന്നാക്കി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ചിക്കനെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയിലൊക്കെ നല്ല ഫൈനായി ചോപ്പ് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ സാധാരണ മന്തി റെഡിയാക്കണ പോലെ തന്നെ പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാം. കുറച്ച് യെല്ലോ കളറും റെഡ് കളറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീൽ ബൗൾ വെച്ച് ഞാൻ ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ടായി. അത് ഇതിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അടച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് തുറന്ന് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഞാനിതാ ഈ ബൗൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവായി മന്തി ഇവിടെ റെഡിയായി. ഇനി ഇത് മസാലയുടെ കൂടെ തന്നെ നമ്മൾക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.